ഹലോ ഗൈസ്, അനിവൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1178 സ്പോയിലേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ എന്നാണ്, അതായത് ഒരു ദുസ്വപ്നം. കവർ ഫോട്ടോയിൽ ക്യാപ്റ്റൻ കിഡ് ആണുള്ളത്. പുള്ളിയുടെ കൂടെ ഒരു കാളയും ഉണ്ട്. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഇമുവിന്റെ അറ്റാക്ക് കിട്ടിക്കിടക്കുകയാണല്ലോ ബ്രൂക്കും ഉസോപ്പും. അവരെ രണ്ടുപേരെയും നമ്മുടെ ലൂഫി ഇപ്പോൾ സാഞ്ചിയുടെയും ഗ്രൂപ്പിന്റെ അടുത്തേക്ക് സേഫ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. ഈ സമയം ലോക്കി ഇമുവിനെ അറ്റാക്ക് ചെയ്യുന്നു, പക്ഷേ ഇമു ആ അറ്റാക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇപ്പോൾ ഉസോപ്പിനെയും ബ്രൂക്കിനെയും സേഫ് ആക്കിയിട്ട് ലൂഫി തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും ഇമു ഇപ്പോൾ ഉള്ള ഗുങ്കോയുടെ ഫോമിൽ നിന്ന് നേരെ ഗോഡ് വാലിയിൽ വെച്ച് ഇമുവിന്റെ ഉണ്ടായിരുന്ന ആ രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആവുന്നു. എന്നിട്ട് അന്ന് റോക്സിന്റെ ദേഹത്ത് കുത്തി ഇറക്കിയതുപോലെയുള്ള കൂർത്ത ഐറ്റംസ് ലൂഫിയുടെയും ലോക്കിയുടെയും ദേഹത്തേക്ക് കുത്തി ഇറക്കുന്നുണ്ട്. ശേഷം ഗോഡ് വാലിയിൽ ചെയ്തതുപോലെ തന്നെ ഇമു ഡോമി റിവേഴ്സി പ്രയോഗിക്കുകയാണ്. പക്ഷേ ലൂഫിയുടെയും ലോക്കിയുടെയും ദേഹത്ത് അത് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഗമുഗമിനോ ഗാറ്റ്ലിംഗ് വെച്ചിട്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ലോക്കി ഇപ്പോൾ ആ നിദോഗിന്റെ ഫോമിൽ നിന്ന് മാറിയിട്ട് ഒറിജിനൽ ഫോമിലെത്തി ആ റാഗ്നിർ വെച്ചിട്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് അണ്ടർവേൾഡിൽ വെച്ചിട്ട് ആ കില്ലിംഗ്ഹാമിന്റെ ഒരു മോൺസ്റ്ററിനെ ലോക്കി ഫ്രീസ് ചെയ്തല്ലോ, അതുപോലൊരു അറ്റാക്ക്. അങ്ങനെ ഇപ്പോൾ ഐസിൽ മൂടിയ ഇമുവിന്റെ ആ കറുത്ത ശരീരം അതിനുള്ളിൽ നിന്നും മാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എൽബാഫിലെ സിറ്റുവേഷൻ ഏതാണ്ട് നോർമൽ ആയിട്ടുണ്ട്. സോളും റോബിനും ഔൾ ലൈബ്രറിയിൽ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബുക്സ് ഒന്നും കാണാനില്ല. മാത്രവുമല്ല അവിടുത്തെ ലൈബ്രറിയനായിട്ടുള്ള ആ മൂങ്ങയുണ്ടല്ലോ ബിബിളോ, അതിനെയും കാണാനില്ല. സോറോയും ഗ്രൂപ്പും ആ ഡോമി റിവേഴ്സി ആയ ജയൻസിനെ ഏകദേശം തോൽപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന ജയൻസിനെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ ചോപ്പർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ലൂഫിയുടെ ലോക്കിയുടെ അറ്റാക്കൊക്കെ കൊണ്ടിട്ട് ചതഞ്ഞു കിടക്കുന്ന സോമേഴ്സ് റിക്കവർ ആവുന്നുണ്ട്. സോമേഴ്സിന് സാധാരണ മനുഷ്യരെ പോലെയുള്ള ഹൃദയം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊരു ഹൃദയശൂന്യനായിട്ടുള്ള ഒരുത്തനാണെന്ന് അവന്റെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ തോന്നിയിരുന്നു. ഇപ്പം അത് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ചാപ്റ്റർ അവസാനിക്കാറാവുമ്പോഴേക്കും ലൂഫി ആകെ എക്സോസ്റ്റ് ആയിട്ട് ആ ഗിയർ 5 ഫോമിൽ നിന്ന് നേരെ ആ ക്ഷീണിച്ച് തളർന്ന ഫോമിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ചാപ്റ്ററിന്റെ അവസാനം മരി ജോയ്സില് ഇമു 5 എൽഡേഴ്സിനോട് പറയുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് ഈ ഹോളി ലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോവാണെന്ന്. അപ്പോൾ ഇമു എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഫുൾ ചാപ്റ്റർ വെള്ളിയാഴ്ച റിലീസാവും. നമ്മൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ചാപ്റ്ററിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ വരുന്ന ആഴ്ചയും ബ്രേക്ക് ഇല്ല. സോ നമുക്ക് ചാപ്റ്റർ 1179 അടുത്ത വെള്ളിയാഴ്ച തന്നെ കിട്ടും. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.